തുതയിൽ പുതിയ പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. പുഴയുടെ ഇരുവശത്തും പാലം ബന്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഗർഡറുകൾ സ്ഥാപിച്ചതോടെ പാലം നിർമ്മാണത്തിലെ പ്രധാന ഘട്ടം പൂർത്തിയായി എന്ന് പറയാം. 10 മീറ്റർ വീതിയും 140 മീറ്റർ നീളവും ഉണ്ടാകും തുതയിൽ പുതിയ പാലത്തിന്. 6 തൂണുകളുള്ള പാലത്തിൽ 18 വലിയ ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. നേരത്തെ തയ്യാറാക്കിയ ഗർഡറുകൾ ക്രെയിൻ ഉപയോഗിച്ചാണ് തൂണുകളിൽ സ്ഥാപിച്ചത്. ഏറെ ശ്രമകരമായ ഈ ജോലി പൂർത്തിയായതോടെ പാലം നിർമ്മാണത്തിലെ പ്രധാന ഘട്ടം പിന്നിട്ടു എന്ന് പറയാം. പുഴയുടെ ഇരുവശത്തും പാലം റോഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കോൺക്രീറ്റ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് പൂർത്തിയാവുന്നതോടെ മെയിൻ സ്ലാബ് വർക്കുകൾ തുടങ്ങും. വരുന്ന മഴക്കാലത്തിനു മുമ്പ് പാലം പണി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുണ്ടൂർ തൂതാപാത നവീകരണത്തിന്റെ ഭാഗമായാണ് തൂതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നത്. പുഴയിലെ വെള്ളം പൂർണ്ണമായും തടഞ്ഞു നിർത്തി ഓവുചാൽ വഴി കടത്തിവിട്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. 90 വർഷത്തിലേറെ പഴക്കമുണ്ട് തൂതയിൽ ഇപ്പോഴുള്ള പാലത്തിന്. വീതി കുറഞ്ഞ ഈ പാലത്തിന് പകരം പുതിയ പാലം വേണമെന്നത് ദീർഘകാലമായുള്ള ആളുകളുടെ ആവശ്യമായിരുന്നു. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.